നമസ്കാരം. +2-ന് ശേഷം സിവിൽ സർവീസ് കരിയർ സ്വപ്നം കാണാം. നമ്മളെല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു വാചകം കേട്ടിട്ടുണ്ടാവും അല്ലേ? ചിലപ്പം പത്രങ്ങളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യ ബോർഡുകളിൽ, അതുമല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാചകത്തിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാനാണ്. എന്താണ് ശരിക്കും ഈ സന്ദേശം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ചിത്രം. ഒറ്റ നോട്ടത്തിൽ വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രത്യേകിച്ച് +2 ഒക്കെ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളില്ലേ? അവരുടെയൊക്കെ മനസ്സിൽ വലിയൊരു സ്വാധീനമുണ്ടാക്കാൻ ഈ ഒരു ചിത്രത്തിന് കഴിയും. പക്ഷെ ശരിക്കും എന്താണിത് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലെ വാക്കുകളിലേക്ക് വരാം. ഒറ്റനോട്ടത്തിൽ ഭയങ്കര ആകർഷകമായി തോന്നുന്ന ഈ ഒരു ക്ഷണം എന്തുകൊണ്ടാണ് ഇത്രയധികം ചെറുപ്പക്കാരെ ആകർഷിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഒറ്റയടിക്ക് നോക്കുമ്പോൾ സംഭവം ഭയങ്കര സിമ്പിളും അട്രാക്റ്റീവുമാണ്. എന്താ, +2 പഠനം കഴിഞ്ഞോ? എങ്കിൽ നിങ്ങൾക്കായി ഒരു ഉഗ്രൻ കരിയർ പാത ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. വളരെ വ്യക്തമായി അതാണ് പറയുന്നത്. ശരി, ഇനി നമുക്ക് ഈ സന്ദേശത്തെ ഒന്ന് ശരിക്കും കീറി മുറിച്ചു നോക്കിയാലോ? ഇതിലെ ഓരോ വാക്കും എത്ര കറക്റ്റായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. വെറും 3 ഭാഗങ്ങളേ ഉള്ളൂ. അത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ പവർ നമുക്ക് പിടികിട്ടുക. ആദ്യത്തേത് തന്നെ നോക്കൂ, +2-ന് ശേഷം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നൊരു സമയമല്ലേ അത്? എന്ത് പഠിക്കണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ തല പുകഞ്ഞിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യുകയാണ് ഈ വാക്കുകൾ. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചു. ഇതൊരു വെറും ജോലിയല്ല, മറിച്ച് ഒരു സിവിൽ സർവീസ് കരിയറാണ്. ആ കരിയർ എന്ന വാക്കിന് വലിയൊരു പ്രാധാന്യമുണ്ട്. വെറുമൊരു ജോലി എന്നല്ല, ജീവിതകാലം മുഴുവൻ അഭിമാനത്തോടെ ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റെബിലിറ്റിയുള്ളൊരു പാതയാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നിടുന്നത്. ഇനി ലാസ്റ്റ്, പക്ഷെ ഏറ്റവും പവർഫുള്ളായ ഭാഗം, സ്വപ്നം കാണാം. ആ വാചകമാണ് ശരിക്കും ഇതിന്റെ ഹൃദയം. ഇത് കേൾക്കുമ്പോൾ സംഭവം വെറുമൊരു ഓപ്ഷൻ അല്ലാതായി മാറുന്നു. അതൊരു വലിയ ആഗ്രഹമായി, ഒരു സ്വപ്നമായി മാറുകയാണ്, അല്ലേ? ഇതൊരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നിങ്ങൾ കാണാൻ ക്ഷണിക്കപ്പെടുന്ന ഒരു സ്വപ്നമാണ്. ഓക്കെ, അപ്പം നമ്മൾ വാക്കുകളെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ആ ചിത്രത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ആ നടുക്ക് കാണുന്ന ചിഹ്നമില്ലേ, അതൊരു വെറും ഡിസൈനോ ലോഗോയോ ഒന്നുമല്ല. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. എന്താണെന്ന് നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, വേറെ എന്തെല്ലാം ചിത്രങ്ങൾ ഉപയോഗിക്കാമായിരുന്നു അല്ലേ? എന്നിട്ടും എന്തിനാണ് അവർ ഈയൊരു പ്രത്യേക ചിഹ്നം തന്നെ ഇതിനായി തെരഞ്ഞെടുത്തത്? ഇതാണ് ആ ചിഹ്നം, നമ്മുടെ സ്വന്തം ദേശീയ ചിഹ്നം. ഇതിനെ വെറുമൊരു അലങ്കാരമായിട്ട് കാണരുത്. ഇതിന്റെ പുറകില് വലിയ ചരിത്രമുണ്ട്, ഗൗരവമുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുമുണ്ട്. അശോക ചക്രവർത്തിയുടെ ആ സിംഹമുദ്രയുണ്ടല്ലോ, അതാണ് നമ്മുടെ ദേശീയ ചിഹ്നം. അതെന്തിനെയൊക്കെയാണ്